ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ ഈ സോയാബീൻ എന്ന് പറയുന്ന സാധനമൊന്നും അങ്ങനെ റയറായിട്ട് മാത്രം വാങ്ങിക്കുന്ന ഒരു സാധനമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഏതോ വിദേശ രാജ്യത്തൊന്നും അങ്ങോട്ട് കൊണ്ടുവരുന്നതായിരുന്നെന്നായിരുന്നു ഞങ്ങളുടെ ഒരു വിചാരം. കാരണം നമ്മുടെ വീട്ടിൽ അച്ഛൻ അങ്ങനെ വാങ്ങിക്കാറില്ലായിരുന്നു. അതുപോലെ അന്നത്തെ കാലത്തൊന്നും അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം എടുക്കുക എന്നുള്ളൊരു പതിവേ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് തന്നെ വല്യച്ഛൻ്റെ വീട്, അച്ഛൻ്റെ ചേട്ടൻ്റെ കടയുണ്ടായിരുന്നു. അപ്പം കടയിൽ നിന്നായിരുന്നു സാധനങ്ങൾ എടുക്കുക വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ സൂപ്പർ മാർക്കറ്റിൽ പോയാലല്ലേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നാട്ടിൻ പുറത്തുകാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നാട്ടിൻ പുറത്തെ കടയിലൊന്നും ഇങ്ങനെ സോയാബീനൊന്നും കാണത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ സോയാബീൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് അങ്ങനെ വലിയ പിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പം ഏട്ടനും പിള്ളേരും ഒക്കെ കഴിക്കുന്നത് കൊണ്ട് ഞാൻ പല വെറൈറ്റീസ് ഒക്കെ ട്രൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ ആയിട്ടുള്ള പരിപ്പ് കറിയും സോയാബീൻ ഫ്രൈ ഒക്കെ കൊടുത്തു വിട്ടതിന് ശേഷം എനിക്കുള്ള ഏറ്റവും വലിയ പണിയായിരുന്നു കേട്ടോ ഈ പാത്രം കഴുകൽ. അപ്പോൾ എൻ്റെ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉള്ള പാത്രം എല്ലാം അറക്കിയിട്ട് കഴുകുന്നുണ്ട്. സാധാരണ ഇത്രയും പാത്രങ്ങളൊന്നും വരാറില്ല. ഞാൻ അതാണ് ആലോചിക്കുന്നത്, എന്താണ് ഇത്ര പാത്രം വരുന്നത്, ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കട്ടെ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.